last class we were discussing discharge of a contract by reason of supervening impossibility, and supervening impossibility means subsequent impossibility or the impossibility arises after the formation of the agreement or the contract, and supervening impossibility is one of the reasons for the discharge of a contract. And there are certain cases that are considered as supervening impossibility, and the first one is destruction of the subject matter, death or personal incapacity of the promisor, change of the existing law, outbreak of war, and failure of ultimate purpose. These all are the various cases of supervening impossibility, and that you have already learned. Now we are going to discuss the cases that are not covered as the cases that are not covered under the supervening impossibility, or these are the exceptions to the doctrine of supervening impossibility. And the first one is difficulty of performance. Difficulty of performance means the promisor incurs some additional burden in the performance of the contract due to a change in the existing situation, and a contract cannot be declared discharged or terminated by reason of difficulty in the performance of a contract, and the difficulty in the performance of a contract cannot be considered as a supervening impossibility, as even though it incurs some additional burden to the promisor. ഓക്കെ, അതായത് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയുടെ കേസസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ സബ്ജക്ട് മാറ്റർ, ദെൻ death or personal incapacity of the promisor, then change of law, outbreak of war, failure of ultimate purpose. ഇതൊക്കെയാണ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കണക്കാക്കാത്ത കേസസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെയാണ് ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു കോൺട്രാക്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ ആദ്യം നമ്മൾ എഗ്രി ചെയ്ത സമയത്തുണ്ടായിരുന്ന അത്രയും ആ ഒരു ഈസി ആയിട്ട് ഇപ്പോഴാ കോൺട്രാക്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഒരു 100 ടൺ ടിമ്പർ അല്ലെങ്കിൽ തടിയാണ് കൊടുക്കാമെന്ന് മരമാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ലോക്ക്ഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രൈക്കോ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം അവിടെ നിലനിൽക്കുന്നത് മൂലം നമുക്ക് അത്ര സുലഭമായിട്ട് അവിടെ അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ആ ലൊക്കാലിറ്റിയിൽ ഒരു ലോറി സമരം നടക്കുകയാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടി അത്ര സുലഭമായിട്ട്, മരം അത്ര സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരം അവൈലബിൾ ആക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അതിന് നമുക്ക് കുറച്ച് കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്യുമായിരിക്കും. അതൊക്കെ എന്താണ് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെങ്കിൽ തീർത്തും അതെന്തല്ല, ഇമ്പോസിബിൾ അല്ല. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ പുട്ട് സം ഡിഫിക്കൽട്ടി ഓൺ ദ പ്രോമിസർ. പക്ഷെ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, സൂപ്പർവിനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. സൂപ്പർവിനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും പെർഫോം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അത് നമ്മളുടെ കാരണം കൊണ്ട് ആവുകയും ചെയ്യരുത്. അതാണ് സൂപ്പർവിനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ കേസിൽ ഡിഫിക്കൽട്ടി ഇൻ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫോമർ അല്ലെങ്കിൽ പ്രോമിസർ ആരാണോ, പ്രോമിസർക്ക് കുറച്ച് അഡീഷണൽ ബേർഡൻ ഇൻകർ ചെയ്തുകൊണ്ട് അയാൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അയാൾ പ്രോമിസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ കുറച്ച് മാറിയിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും അയാൾ വേണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് പെർഫോം ചെയ്യാവുന്നതേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, ആ കേസിനകത്ത് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, സൂപ്പർവിനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ആൻഡ് ദ ഡിഫിക്കൽട്ടി ഓഫ് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് cannot be treated as a supervening impossibility, and the contract cannot be discharged on the ground of on the ground of difficulty in performance. Okay. Next comes commercial impossibility. By commercial impossibility we mean that if the promisor performs the contract will result in a loss to the promisor, and the performance of a contract cannot be excused on the ground of commercial impossibility, or the commercial impossibility does not discharge the promisor. അതായത് ഇപ്പം നമ്മൾ കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോമിസ് നമ്മൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യും, അതൊരു ലോസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തു, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം പെർ പീസ് 100 rupeesന് നമ്മൾ ഡെലിവറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് 95 rupeesന് ആ പർട്ടിക്കുലർ ഐറ്റം നമുക്ക് പെർ പീസ് അവൈലബിൾ ആയിരുന്നു. ആ ഗ്രൗണ്ടിൽ 5 രൂപ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, 100 rupeesന് ആ സാധനം ഡെലിവറി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ എഗ്രീഡ് ഡേ വരുന്ന സമയത്ത് നമ്മൾ ആ സാധനം മാർക്കറ്റിൽ 95 rupeesന് അവൈലബിൾ അല്ല. പകരം 100 രൂപയിൽ കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സാധനം നമുക്ക് പ്രൊക്വയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് വേറെ ആൾക്ക് അത് ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളത് എത്ര രൂപയ്ക്ക് പ്രൊക്വയർ ചെയ്യുന്നു എന്നുള്ളത് മറ്റേ പാർട്ടി അറിയേണ്ട യാതൊരുവിധ കാര്യമില്ല. എഗ്രീഡ് പ്രൈസ് എന്ന് പറയുന്നത് 100 rupees ആണ്. പ്രോമിസർക്ക് ഇപ്പോൾ 101 rupee അല്ലെങ്കിൽ 105 rupee കൂടെ ആയാൽ കൂടെ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, അയാൾ അത് സപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അയാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ അത് കൊമേഴ്ഷ്യലി ഇമ്പോസിബിൾ ആണ്. അതല്ലെങ്കിൽ അയാൾക്കത് യാതൊരുവിധ പ്രോഫിറ്റ് അതിനകത്തുനിന്ന് കിട്ടുന്നില്ല. പകരം അയാൾക്ക് അതിനകത്തുനിന്ന് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നഷ്ടം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഗ്രൗണ്ടിൽ അയാൾ എന്താവത്തില്ല, ഡിസ്ചാർജ്ഡ് ആവത്തില്ല. അല്ലെങ്കിൽ അയാൾക്ക് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അർത്ഥമില്ല. അയാൾ ഹി ഹാസ് ടു പെർഫോം ദ കോൺട്രാക്ട് ഈവൻ ദോ ഇറ്റ് ഇൻകേഴ്സ് സം ലോസ് ടു ഹിം. ഓക്കെ, അയാൾക്ക് നഷ്ടം വന്നാൽ കൂടെ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, അയാൾ അത് പെർഫോം ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് കൊമേഴ്ഷ്യൽ ഇമ്പോസിബിലിറ്റി വിൽ നോട്ട് ഡിസ്ചാർജ് ദ പ്രോമിസർ ഓൺ എനി ഗ്രൗണ്ട്. And next comes impossibility caused by the failure of a third party. As you know, a third party is a person who is not a party to the contract, and if a third party fails to do his work in time for the promiser, the contract will remain in effect and no discharge of contract can be pleaded on that ground, or no discharge of contract can be pleaded on the ground of a failure of a third party. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി അല്ല, അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച, അല്ലെങ്കിൽ ഹു ഈസ് ആൻ ഔട്ട്സൈഡർ ടു ദ കോൺട്രാക്ട്. ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ആൾക്ക് വരുന്ന ഒരു വീഴ്ച, ആ ഒരു വീഴ്ച മൂലമാണ്, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പോരായ്മ കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കേസിലെ നമ്മുടെ കോൺട്രാക്റ്റിലെ പ്രോമിസർക്ക് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അയാൾ ഹീസ് എക്സ്ട്രീംലി ആൻ ഔട്ട്സൈഡർ ടു ദ കോൺട്രാക്ട്. അയാൾ കോൺട്രാക്റ്റുമായിട്ട് എന്താ പറയുക, ഹി ഹാസ് നോ റിലേഷൻ ടു ദ കോൺട്രാക്ട്, ഓർ ദർ ഇസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ തേർഡ് പാർട്ടി ആൻഡ് ദ കോൺട്രാക്ട്. അപ്പോൾ കോൺട്രാക്റ്റും ആ തേർഡ് പാർട്ടിയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പൊ ആ ഒരു കേസിൽ ഔട്ട്സൈഡർക്ക് ഉണ്ടാകുന്ന ഒരു ഫോൾട്ടിന് പ്രോമിസി എന്ത് ചെയ്യേണ്ടതില്ല, അക്കൗണ്ടബിൾ ആവേണ്ട കാര്യമില്ല, അല്ലെ പ്രോമിസി അതിനകത്തൊരു ലോസ് ബെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളോട് ഒരു സാധനം സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ലെതർ ആണ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ലെതർ പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്രൊക്വയർ ദാറ്റ് ലെതർ ഫ്രം സമൺ എൽസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കയ്യിൽ അത് സാധനം ഇപ്പൊ നിലവിലില്ല. നമുക്ക് എന്ത് ചെയ്യണം, വേറൊരാളുടെ അടുത്തുനിന്ന് കിട്ടിയിട്ട് വേണം. അയാളുടെ അടുത്തുനിന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എ എന്ന് പറയുന്ന ആള് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ബിക്ക് എന്ത് ചെയ്യാം, 100 ലെതർ ബാഗ്സ് കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. പക്ഷെ എയുടെ കയ്യിൽ ആ സാധനം റെഡിലി അവൈലബിൾ അല്ല. എ ഹാസ് ടു പ്രൊക്വയർ ഇറ്റ് ഫ്രം മിസ്റ്റർ സി. അപ്പം സിയുടെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ലെതർ മെർച്ചന്റ് ആണ് സി എന്ന് പറയുന്ന ആള്, സിയുടെ അടുത്തു നിന്ന് എന്ത് ചെയ്യണം, പ്രൊക്വയർ ചെയ്യണം ആർക്ക്, എയ്ക്ക്. എന്നിട്ട് വേണം എയ്ക്ക് എന്ത് ചെയ്യണം, ബിക്ക് അത് സപ്ലൈ ചെയ്യാനായിട്ട്. ഈ പറയുന്ന എ എവിടെ നിന്നാണ് അത് പ്രൊക്വയർ ചെയ്യുന്നതെന്നുള്ളത് ആരറിയേണ്ടതില്ല, ബി അറിയേണ്ടതില്ല. ബിക്ക് എന്ത് ചെയ്യണം, പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ആ സാധനം കിട്ടിയിരിക്കണം. പറഞ്ഞിരിക്കുന്ന ദിവസം എക്ക് എന്ത് ചെയ്യും, എ കുഡൻ പ്രൊക്വയർ ദ ലെതർ ബാഗ്സ് ഫ്രം സി. ഓക്കെ, എക്ക് എന്ത് ചെയ്യുന്നില്ല, സിയുടെ അടുത്തു നിന്ന് ആ ബാഗ് പറഞ്ഞിരിക്കുന്ന ദിവസം കിട്ടുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്ക് അത് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോസിബിലിറ്റി കോസ്ഡ് ബൈ ദ ഫെയിലിയർ ഓഫ് എ തേർഡ് പാർട്ടി cannot be admitted as supervening impossibility, and no discharge of contract can be pleaded on the ground of failure of a third party. Okay,
അതായത് കോൺട്രാക്റ്റിൽ പാർട്ടി അല്ലാത്ത ഒരാളാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ആ തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വീഴ്ച മൂലമാണ് പ്രോമിസർക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അയാൾ മറ്റേ ആളുടെ അടുത്തു നിന്ന് കിട്ടിയില്ലെങ്കിൽ അയാൾ കിട്ടാനുള്ള ഒരു സോഴ്സ് കണ്ടുവെക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമായിരുന്നു, അല്ലെങ്കിൽ പ്രോമിസറുടെ ഉത്തരവാദിത്വമായിരുന്നു. അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ട കാര്യം ആർക്കില്ല? പ്രോമിസിക്കില്ല. പ്രോമിസിക്ക് എന്ത് ചെയ്യണം? ആ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് impossibility caused by the failure of a third party. Next comes the strikes and lockout. The strike by the workmen or employees, or the lockout by the employer himself. Both aspects do not excuse the performance of the contract, because the strike can be managed by the employer, and the lockouts are self-induced by the employer. ഓക്കെ, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ എംപ്ലോയീസിന്റെ സ്ട്രൈക്ക് നടക്കുകയാണെന്നിരിക്കട്ടെ. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു സാധനം ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അത് നമുക്കൊരു സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആയിട്ട് കരുതാനായിട്ട് പറ്റത്തില്ല. കാര്യം അത് വേണമെങ്കിൽ എന്ത് ചെയ്യാനും ദാറ്റ് കുഡ് ഹാവ് ബീൻ മാനേജ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഓർ ദ എംപ്ലോയർ. അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അത് മാനേജ് ചെയ്യാമായിരുന്നു. അവരുടെ ഡിമാൻഡ് എന്താണോ അത് അംഗീകരിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്തോട്ടെ, അയാൾക്ക് അത് വേറെ എവിടുന്നേലും എന്ത് ചെയ്യാം, പ്രൊക്യൂർ ചെയ്യായിരുന്നു. ഫസ്റ്റ് കേസ് അത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലോക്കൗട്ട് എന്ന് പറയുന്നത്. ലോക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെമ്പററി വർക്ക് സ്റ്റോപ്പേജ് ബൈ ദ മാനേജ്മെന്റ് ഇറ്റ് സെൽഫ്. മാനേജ്മെന്റ് തന്നെ വർക്ക് നിർത്തി വെക്കുന്നു, അല്ലെങ്കിൽ ഫാക്ടറി കുറച്ച് ദിവസത്തേക്ക് പൂട്ടിയിടുന്നു. അതെന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതും എന്ത് ചെയ്യാൻ ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. അതും എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടെ അത് പൂട്ടിയിടുകയാണെങ്കിൽ കൂടെ അവർ എന്ത് ചെയ്തിരിക്കണം, പുറത്തുനിന്ന് എവിടുന്നേലും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യായിരുന്നു, ആ സാധനം കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ അത് ആ സാധനം അവർക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രൈക്ക് ലോക്കൗട്ട് എന്ന് പറയുന്ന കേസസ് ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ എന്ത് ചെയ്യത്തില്ല, ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിനകത്തുനിന്ന് ഡിസ്ചാർജ്ഡ് ആവത്തില്ല. അവർ എന്ത് ചെയ്യേണ്ടി വരും, ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടി വരും. ഈ സ്ട്രൈക്കും ലോക്കൗട്ട്സും എന്തല്ല, ഈ പറഞ്ഞിരിക്കുന്ന സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിക്ക് സഫിഷ്യൻറ്റ് റീസൺസ് അല്ല. Okay, these all are the various cases that are not considered as supervening impossibility, that is difficulty of performance, then commercial impossibility, then impossibility caused by the failure of a third party, then strikes and lockouts. Okay, thank you.